I'm learning. It's me, Ardra. നമ്മൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിസോഴ്സ് പ്ലാനിങ് അല്ലേ. നമ്മൾ റിസോഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായി. എവറിത്തിങ് ദാറ്റ് വി റിക്വയർ ഫോർ അവർ നീഡ്സ്, അല്ലെങ്കിൽ നമ്മളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു ദാറ്റ് ആർ അവൈലബിൾ ഇൻ അവർ ഫിസിക്കൽ എൻവയൺമെൻറ്റ്, നമ്മൾ അതിനെയാണ് എന്ത് പറയുന്നത്, റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റിസോഴ്സ് പ്ലാനിങ്? കൃത്യമായിട്ട് ഈ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു റിസോഴ്സ് പ്ലാനിങ് വേണം അല്ലേ. അപ്പോൾ എന്താണ് ഈ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ പഠിക്കാൻ പോവാണ്. റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലൂടെയാണ് റിസോഴ്സ് പ്ലാനിങ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് അല്ലേ. ഏതായിരുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഫസ്റ്റ് 5 ഇയർ പ്ലാനിലൂടെയാണ് റിസോഴ്സ് പ്ലാനിങ് ഇന്ത്യയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിലൂടെയാണ് റിസോഴ്സ് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഐഡിയ കൊണ്ടുവന്നെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിൽ തന്നെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാ സ്റ്റെപ്സ് എന്ന് നോക്കിയോ. ഒന്നാമത്തെ സ്റ്റെപ്പാണ്, കൃത്യമായിട്ട് റിസോഴ്സ് അലോക്കേഷൻ നടക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി റിസോഴ്സസ്. എന്താണ് ഈ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. ഈ ഓരോ സ്റ്റേറ്റിലും എവിടെയൊക്കെ എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഉണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ ഇല്ല എന്ന് എന്ത് ചെയ്യുക, ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും അത്ര ഡെവലപ്ഡ് അല്ലല്ലേ. പക്ഷേ എന്താണ്, വൈൽഡ് ലൈഫ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ് ഇതൊക്കെ അപ്പൻഡന്റ് ആണല്ലേ. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ റിസോഴ്സസ് ഇല്ല എന്ന് എന്ത് ചെയ്യുക, ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് ഫസ്റ്റ്? അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി റിസോഴ്സസ്. രണ്ടാമത്തെ പ്ലാൻ ആണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കൽ, ഒരു പ്ലാനിങ് സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. എന്താ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത്? ഒരു പ്ലാൻ ഉണ്ടാക്കുക അല്ലേ. കൃത്യമായിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്ലാൻ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും അല്ലേ. നിങ്ങൾ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ്. വീക്ക് ഏരിയാസിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കും അല്ലേ. സ്ട്രോങ് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യും, അത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പഠിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ഇല്ല ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്തു, ഇൻവെന്റ് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഡെവലപ്മെന്റ് വരുമെന്ന് പ്ലാൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണം. ഇതിന് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, ടെക്നോളജി യൂസ് ചെയ്യാം, സ്കിൽസ് യൂസ് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയോ, ഓവറോൾ ഡെവലപ്മെന്റ് അല്ലേ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി റിസോഴ്സസ്. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാന്നറിയോ, ഈ പ്ലാൻ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതിലൂടെ ഒരു നേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഓവറോൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഈ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs, MCQs, മോഡൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ സൈലത്തിലെ അസ്ര ബാച്ചിലൂടെ നിങ്ങൾ 10 CBSEക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് കൃത്യമായിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന് യൂണിറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈലത്തിൻ്റെ 10 CBSE അസ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ബോർഡ് എക്സാമിന് ഈ ഒരു ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, റിസോഴ്സ് പ്ലാനിങ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് എഴുതിയിരിക്കണം. ഒന്നാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇൻവെന്ററി ഓഫ് റിസോഴ്സ് അക്രോസ് ദ റീജിയൻ ഓഫ് ദ കൺട്രി. ദിസ് ഇൻവോൾവ്സ് സർവേയിങ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ദെൻ മാപ്പിംഗ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ദ റിസോഴ്സസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു പോയിന്റ് പോലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോ, പ്ലാനിങ് ഫോർ റിസോഴ്സ് ഡെവലപ്മെന്റ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി, സ്കിൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ്. എന്തൊക്കെ യൂസ് ചെയ്താൽ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്? ടെക്നോളജി, സ്കിൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് റെഡി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാച്ചിങ് ദ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻസ്. ഓക്കെ,
മാച്ചിങ് ദ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻസ് വിത്ത് ഓവറോൾ നാഷണൽ ഡെവലപ്മെന്റ് പ്ലാൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി റിസോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാൻ അല്ലെ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്ലാൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു കൺട്രിയുടെ ഒരു നേഷൻ്റെ ഓവറോൾ ഡെവലപ്മെന്റ് കൂടെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.